സോ ഇന്ന് നമ്മള് ഓൾഡ് മൂവി റിവ്യൂല് ഡിസ്കസ് ചെയ്യുന്നത് 2015 റിലീസായ നിർണായകം എന്ന് പറഞ്ഞൊരു മൂവിയാണ്. വി.കെ. പ്രകാശൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ സംവിധാനം ചെയ്തൊരു മൂവിയാണ് നിർണായകം. നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞൊരു മൂവി. ആ ഒരു സെയിം ഡയറക്ടർ തന്നെയാണ് ഈ ഒരു മൂവിയിലോട്ടും വരുന്നത്. മാത്രമല്ല ഫിലിമിന്റെ ഒരു കാസ്റ്റിംഗ് പറയുകയാണെങ്കിൽ ആസിഫ് അലി, മാളവിക മോഹൻ, പ്രേം പ്രകാശൻ, അതുപോലെ നെടുമുടി വേണു, സനു ഷ്യാം, അങ്ങനെ ഒരുപാട് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഫിലിമിന്റെ ഒരു കഥയിലോട്ട് വരികയാണെങ്കിൽ ആസിഫ് അലി ഒരു NDA ക്യാമ്പിലാണ്. NDA ക്യാമ്പിൽ നിന്ന് അവന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്ത ഇഷ്യൂ കൊണ്ട് അവൻ നാട്ടിലോട്ട് ലീവ് എടുത്ത് വരാൻ ട്രൈ ചെയ്യും. അതിനുശേഷം പിന്നീട് അവൻ അത് ഡ്രോപ്പ് ചെയ്ത് നാട്ടിലെ കുറച്ച് ഇൻസിഡൻസ് ആണ് ഫിലിമിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതായത് ആസിഫ് അലിയുടെ ഫാദർ ആയിട്ട് അഭിനയിച്ച പ്രേം പ്രകാശൻ ഒരു ലോയർ ആയിരിക്കും. സോ പുള്ളി ഏറ്റെടുത്ത കുറച്ച് കേസുകളും ആ കേസ് കൊണ്ടുണ്ടാവുന്ന കുറച്ച് ഇൻസിഡൻസും അങ്ങനെ ഒരുപാട് ഒരു ഒരു ആ ഒരു ചുറ്റിപ്പറ്റിയിട്ടാണ് ഇതിന്റെ ഒരു ഫിലിം സ്റ്റോറി വരുന്നത്. പേഴ്സണലി ഇതൊരു ത്രില്ലർ ഡ്രാമ കാറ്റഗറിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു മൂവി ആണെങ്കിലും എന്താ പറയാ അത്രത്തോളം ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് ഒന്നും ഈ ഒരു മൂവിയിൽ ഇല്ല. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് മൂവി, അതായത് മസ്റ്റ് വാച്ച് എന്നൊന്നും പറയാത്ത ഒരു ആവറേജ് ലെവലിൽ വരുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഒരു കേസ് എന്തായാലും നിങ്ങൾ കണ്ട് അറിയിക്കുക. ഫിലിമിന്റെ ഒരു എൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇതേപോലെ ഹസ്ബൻഡ് ഫാദറായിട്ട് അഭിനയിച്ച പ്രേം പ്രകാശിന് ഉണ്ടാകുന്ന കുറച്ച് ഹോസ്പിറ്റൽ പ്രോബ്ലംസും പിന്നെ അതുകൊണ്ട് ഉണ്ടാകുന്ന കുറച്ച് ആഫ്റ്റർ എഫക്ട്സും കാര്യങ്ങളൊക്കെയാണ് അതിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സോ എനിക്കിതൊരു പിന്നെയും വീണ്ടും വീണ്ടും പറയാണ്, ഒരു ആവറേജ് ലെവലിൽ വരുന്ന ഒരു മൂവി ആയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ എന്റെ ചെറുപ്പകാലത്ത് ആസിഫ് അലി ഭ്രാന്തനായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആസിഫ് അലിയുടെ എല്ലാ മൂവിയും കാണും. ആ ഒരു സ്വഭാവമായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടൊരു മൂവിയാണ് നിർണായകം. പിന്നെ ആ ഒരു ടൈമിൽ എനിക്ക് അത്ര വലിയൊരു മൂവി, അത്രയൊരു എക്സൈറ്റിംഗ് മൂവി ആയിട്ടൊന്നും എനിക്കത് തോന്നിയിട്ടില്ല. ബട്ട് ഒരു ആവറേജ് ലെവലിൽ വരുന്ന ഒരു കാം മൂവി ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് നിങ്ങൾ കണ്ട് കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടവര് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.